2025 പുറത്തിറങ്ങിയ അവതാർ 3 എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കേണലും വില്ലന്മാരുടെ നേതാവായ വരാങ്ങും ഒന്നിക്കുന്നതും അവർ ലോകം തന്നെ കീഴടക്കാമെന്ന് തീരുമാനിക്കുന്നതും വരെയാണ്. അടുത്ത ദിവസം പയക്കാൻ പോയതിൽ വിഷമിച്ചിരിക്കുന്ന ലോഹാക്കിന്റെ അടുത്തേക്ക് സിറയ വന്നിരിക്കുകയും നിനക്ക് നല്ല വിഷമമുണ്ടെന്നറിയാം, എന്റെ സഹോദരിയായ തുൾക്കൂൺ ഇന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു. പയക്കാൻ വെള്ളത്തിന്റെ കിഴക്ക് വശത്തേക്കാണ് പോയതെന്ന്. അവൻ ആ ഭാഗത്ത് ദൂരെയായി എവിടെയോ ഉണ്ടെന്നും അവന്റെ ശബ്ദം ഇടയ്ക്കിടെ അവൾക്ക് കേൾക്കാൻ കഴിയുമെന്നും പറഞ്ഞു എന്ന് സിറയ പറയുകയും ഇത് കേട്ട് പയക്കാനെ തേടി പോകണമെന്ന് അവൻ തീരുമാനിക്കുകയും അങ്ങനെ അന്ന് നദേരിക്ക് വേണ്ടി അവൻ കേടാക്കിയ വില്ല് ശരിയാക്കി കൊടുക്കുകയും പൂർവികരുടെ അമ്പ് തിരിച്ചു കിട്ടിയതിൽ അവൾക്ക് ആശ്വാസം തോന്നുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുകയും എനിക്കൊരു യാത്ര പോകാനുണ്ട് അമ്മയെന്ന് പറയുമ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അവൾ ചോദിക്കുകയും പയക്കാനെ തേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നതിനിടെ സിറയ ഓടി അവിടേക്ക് വരികയും ലോഹാക്കെ പോവല്ലേ എന്നൊക്കെ പറയുമെങ്കിലും അവനത് കേൾക്കാതെ പോയിരിക്കുകയാണ്. അടുത്ത ദിവസം അവൻ പയക്കാനെ തേടി പോയ കാര്യം സിറയ സഹോദരന്മാരോട് പറയുകയും അവിടേക്ക് പോകുന്നത് റിസ്ക് ആണ്, പക്ഷേ ലോഹാക്ക് ഒറ്റയ്ക്ക് പോയത് കൊണ്ട് അവന് അപകടവും കൂടുതലാണ്, അവനെ സഹായിക്കാൻ നമ്മൾ അവനെ തേടി പോയേ പറ്റുള്ളൂ എന്ന് അവർ തീരുമാനിക്കുന്നു. അന്ന് ലോഹാക്ക് പോയ കാര്യം പറഞ്ഞ് ജയ്ക്ക് വരികയും എനിക്ക് മകനെ തേടി പോകണമെന്ന് തലവനോട് പറയുമ്പോൾ വേണ്ട, അവനെ തേടി നമ്മുടെ കുട്ടികൾ പോയിട്ടുണ്ട്, അവരെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോളും, നമ്മളെല്ലാരും കൂടി ഇപ്പോൾ അവന്റെ പിറകെ പോയാൽ പറ്റില്ല, അവന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ലെന്നൊക്കെ അദ്ദേഹം പറയുകയും അങ്ങനെ ജയ്ക്ക് അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. അന്ന് നദേരി അവന് മറ്റേ വില്ലെടുത്ത് കൊടുക്കുകയും അവൻ ചെയ്തത് എന്താണെന്ന് കണ്ടോ, പൂർവികന്മാരുടെ വില്ല് അതുപോലെ ആക്കി തന്നു, അവനെ പറ്റി ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട, പൂർവികന്മാരുടെ രക്തമാണ് അവന്റെ ഞരമ്പുകളിൽ കൂടി ഓടുന്നതെന്നൊക്കെ അവൾ പറയുന്നു. അന്ന് കേണലിന്റെ കൂടെയുള്ളവൾ അവിടെ ഒരു ഗോത്രത്തിലുള്ളവരെ പിടികൂടുകയും അവരുടെ മുടിയിലേക്ക് കണക്ട് ചെയ്ത് തുറൂഖ് മക്തോന്ന് അവർ വിളിക്കുന്ന ആൾ എവിടെയാണെന്ന് ചോദിക്കുകയും അതിന്റെ ഉത്തരം അവളുടെ ഉള്ളിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു. അന്ന് കിരീൻ സ്പൈഡറും കൂടി കാട്ടിൽ നിന്ന് ആവശ്യമുള്ള വെള്ളമൊക്കെ ശേഖരിക്കുകയും ശേഷം അതുമായി അവർ ഒരുമിച്ച് വീട്ടിലേക്ക് നടന്നു പോവുകയും ചെയ്യുകയാണ്. ഇതിനിടെ അവിടെ എന്തോ പന്തികേട് തോന്നി അവർ നോക്കുമ്പോൾ മറ്റേ കാട്ടുവാസികളുടെ ടീം അവിടേക്ക് എത്തിയിരിക്കുന്നത് കണ്ട് അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി രണ്ടുപേരും കൂടി ആഞ്ഞ് ഓടുകയും അവർ എങ്ങനെയെങ്കിലും അവരെ പിടികൂടാൻ നോക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓടിപ്പൊക്കൊണ്ടിരിക്കുന്നതിനിടെ അവർ രണ്ടു വഴിയായിട്ട് തിരിഞ്ഞു പോവുകയും ഇതോടെ കിരി അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിലും സ്പൈഡറിന്റെ പിറകെ അവന്മാർ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. പൊക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരിടത്ത് വെച്ച് കേണൽ അവനെ പിടികൂടുകയും അവനെ ബലമായി പിടിച്ചു വെച്ചേക്കുന്നതിന്റെ ഇടയിലൂടെ വരാങ്ങ് അവിടേക്ക് എത്തുകയും അവന്റെ മുടിയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അവനെ നിയന്ത്രിച്ച് കൺട്രോളിലേക്ക് കൊണ്ടുവരികയും അവനെയും കൊണ്ട് അവർ പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കിരി കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് ജയ്ക്കും ടീമും ഉള്ള സ്ഥലം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും കേണലിന്റെ ടീം മുഴുവൻ മറ്റവരുടെ സ്ഥലം കണ്ടെത്തി അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ കാവലിനിരുന്ന ജയ്ക്ക് നോക്കുമ്പോൾ ദൂരെ നിന്ന് വിമാനങ്ങൾ വരുന്നതായി കാണുകയും അവർ നമ്മളെ വളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അപ്പോൾ തന്നെ എല്ലാവരെയും വിവരം അറിയിക്കുകയും അവരെല്ലാവരും അലർട്ട് ആവുകയും ചെയ്യുന്നതിനിടെ കിരി അവിടേക്ക് കയറി വരികയും സ്പൈഡറിനെ ആ കേണൽ പിടിച്ചുകൊണ്ട് പോയെന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാം കൈവിട്ടു പോയിട്ടുണ്ടെന്ന് ജയ്ക്കിന് മനസ്സിലാവുകയും അപ്പോഴേക്കും വിമാനങ്ങളെല്ലാം വന്ന് അവിടെ വളയുകയും കേണലും കൂട്ടരും സ്പൈഡറിനെയും കൊണ്ട് നേരെ വന്ന് വിമാനത്തിലേക്ക് അവനെ ഇറക്കിയ ശേഷം നേരെ പറന്നു ചെന്ന് അവരെല്ലാം കൂടി ആ ആളുകളുടെ മുന്നിൽ ചെല്ലുന്നു. അവർ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ വന്ന് നിൽക്കുകയാണ്. അവരാകെ പേടിച്ച് നിൽക്കുകയാണ്. ആ ജയ്ക്ക് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, അവനെ കൊണ്ടുപോകാനാണ് വന്നത്, അവനെ വിട്ടുതരാൻ പറയുമ്പോൾ അവർ ഒന്നും പറയാതെ നിൽക്കുകയാണ്. ഈ സമയം ജയ്ക്കാണെങ്കിൽ പുറകുവശത്ത് നിൽക്കുകയാണ്. സ്പൈഡറിനെ അവരുടെ കയ്യിൽ കിട്ടി, ഇനി അവരെ തടയാൻ പറ്റില്ല, ഉറപ്പായിട്ടും അവർ ഒരുപാട് പേരെ കൊല്ലും, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയുമ്പോൾ അപ്പോൾ നിന്റെ കാര്യം എങ്ങനെയാണെന്ന് അവൾ ചോദിക്കുകയും എന്നെ തേടിയാണ് അവർ വന്നിരിക്കുന്നത്, ഞാൻ കീഴടങ്ങാൻ പോവുകയാണ്, ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല, നീ എങ്ങനെയെങ്കിലും കുട്ടികളെ കൊണ്ട് രക്ഷപ്പെടണമെന്ന് പറയുമ്പോൾ ഞാൻ അവന്മാരെ എല്ലാത്തിനെയും അങ്ങോട്ട് വന്ന് കൊല്ലുമെന്ന് പറയുകയും എന്ത് വന്നാലും അവരെ ഒന്നും ചെയ്യരുത്, നീ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപാട് പേര് മരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എടാ ജയ്ക്ക് ഇറങ്ങി വാടാന്ന് കേണൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നാൽ അവൻ എവിടെയുണ്ടെന്ന് അവരാരും പറയാതെ നിൽക്കുന്നത് കണ്ട് എന്തെങ്കിലും കത്തിച്ചേക്കാൻ പറയുകയും അങ്ങനെ അവർ പൈലറ്റിന് നിർദ്ദേശം കൊടുക്കുന്നതനുസരിച്ച് പൈലറ്റ് നേരെ അവരുടെ അപ്പുറത്തുള്ള ഒരു വീട്ടിലേക്ക് തിരിഞ്ഞ് അത് മുഴുവൻ കത്തിക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട് എല്ലാവരും എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ പേടിച്ച് നിൽക്കുകയാണ്. ജയ്ക്ക് എവിടെയുണ്ടെന്ന് അറിയാമെങ്കിലും അവർ പറയുന്നില്ല. എന്നാൽ അപ്പോഴേക്കും ജയ്ക്ക് ഓടി അവിടേക്ക് ഇറങ്ങി വരികയും എല്ലാം നിർത്ത്, ഞാൻ കീഴടങ്ങിയെന്ന് പറയുന്നത് കേട്ട് അവർ തീവെപ്പൊക്കെ അവസാനിപ്പിക്കുകയും ഇനി നിങ്ങൾ ആരും വില്ലുയർത്തണ്ടെന്ന് പറയുന്നത് കേട്ട് അവരെല്ലാവരും അവിടെ താഴ്ന്നിരിക്കുകയും ജയ്ക്ക് കീഴടങ്ങി ചെന്ന് കേണലിനോട് സംസാരിക്കുകയും എന്നെ കൊണ്ടുപോക്കോ, പക്ഷേ എന്റെ കുടുംബത്തെയും ഈ ജനങ്ങളെയും ഒക്കെ വെറുതെ വിടണമെന്ന് പറയുകയും നിന്നെ മാത്രം പോരാ നിന്റെ പെണ്ണിനെ കൂടി വേണമെന്ന് അയാൾ പറയുമ്പോൾ അതൊരിക്കലും നടക്കില്ല, എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറയുമ്പോൾ അതൊരിക്കലും നടക്കില്ല, നിന്നെയും നിന്റെ പെണ്ണിനെയും കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഈ കാണുന്നതെല്ലാം ഇടിച്ചു നിരത്തി ഈ നിൽക്കുന്ന ആളുകളെല്ലാം ഞാൻ കൊല്ലുമെന്ന് അയാൾ പറയുകയും ഇത് കേട്ട് ജയ്ക്ക് പിന്നിലേക്ക് നടന്ന് കൈ കാണിക്കുമ്പോൾ എല്ലാവരും യുദ്ധത്തിന് തയ്യാറാവുകയും അവരെല്ലാവരും തോക്കുമായി ഓപ്പോസിറ്റ് നിൽക്കുകയും ചെയ്യുന്നു. ഞാൻ ഒന്ന് കൈ താഴ്ത്തിയാൽ നീയും നിന്റെ കാമുകിയും മരിക്കും എന്നവൻ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ മരിച്ചേക്കും, പക്ഷേ ഞാൻ മരിച്ചാൽ പിന്നെ നിങ്ങൾ ഒറ്റ ഒരെണ്ണം ഇവിടെ ജീവനോടെ കാണില്ലെന്ന് പറയുകയും അത്
ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ നമ്മൾ തമ്മിലൊരു പൊരിഞ്ഞ പോരാട്ടം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെല്ലാം ഒരേ രൂപമായതുകൊണ്ട് മുകളിൽ നിൽക്കുന്ന നിന്റെ ഗൺഷിപ്പുകൾക്ക് ആളിനെ അറിയാതെ പതറിപ്പോവും. ആ സമയം കൊണ്ട് തന്നെ എനിക്ക് നിന്റെ കഴുത്തറുക്കാൻ പറ്റും. വേണമെങ്കിൽ നിനക്ക് എന്നെ കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ നിന്റെ കഥ ഇവിടെ കഴിയും. എന്നെ മാത്രം കൊണ്ടുപോകാൻ സമ്മതമാണോ എന്ന് അവൻ ചോദിക്കുകയും കുറച്ചുനേരം ആലോചിച്ച ശേഷം ശരി സമ്മതം എന്ന് അവൻ പറയുകയും ഇതോടെ എല്ലാവരും ആയുധങ്ങളെല്ലാം താഴ്ത്തുകയും ജയ്ക്ക് കീഴടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അവരവനെ വിലങ്ങ് വെച്ച് പിടികൂടി കൊണ്ടുപോകാൻ നോക്കുമ്പോൾ നദേരിക്കാണെങ്കിൽ കേണലിനെ കൊന്നോളാൻ വയ്യാതെ നിൽക്കുകയാണ്. അവൾ എങ്ങാനും അമ്പെയ്യുമോ എന്ന് പേടിച്ച് ജയ്ക്ക് നിൽക്കുന്നു. ഒന്ന് അമ്പെയ്ത് നോക്കാൻ പറഞ്ഞുകൊണ്ട് കേണലും നിൽക്കുകയാണ്. എന്നാൽ അവിടെ വലിയൊരു രക്തച്ചൊരിച്ചിലുണ്ടാവുമെന്ന് കരുതിക്കൊണ്ട് അവൾ അത് അടിച്ചു വിടുകയും കേണലിന്റെ തൊട്ടടുത്ത് വന്ന് തറയ്ക്കുകയും ചെയ്യുന്നു. ഇതോടെ അവർ അവനെ അവിടെ നിന്ന് പിടിച്ച് ഹെലികോപ്റ്ററിലേക്ക് കയറ്റുകയും നമുക്ക് പിന്നീടൊരിക്കൽ കാണാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും അവനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവനാണെങ്കിൽ പോകുന്നതിന് മുമ്പ് അവസാനമായി വിഷമത്തോടെ നദേരിയെ നോക്കി നിൽക്കുകയാണ്. അവൾക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അന്ന് കേണലും തന്റെ കൂടെയുള്ള ആളുകളും RDA കമ്പനിയുടെ അതിർത്തിക്കുള്ളിലേക്ക് കയറുകയാണ്. കേണൽ കൊടുത്ത ബാഡ്ജുകളും പിടിച്ചുകൊണ്ടാണ് അവർ കയറുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സേഫ് ആയിട്ട് ഉള്ളിലേക്ക് പ്രശ്നമൊന്നുമില്ലാതെ കടക്കാൻ കഴിയുകയും അങ്ങനെ അവർ അവിടെ വന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. അവിടെയുള്ള ആളുകളെയും സംഭവങ്ങളും ഒക്കെ കണ്ട് അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും പേടിച്ചു നിൽക്കുകയും നേരെ നീക്കട പൊട്ടന്മാരെ, പേടിയൊന്നും പുറത്ത് കാണിക്കാതിരിക്കുന്നൊക്കെ വരാങ്ങ് പറയുകയും ചെയ്യുന്നു. അവർ സ്പൈഡറിനെ പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് കണ്ട് അവൻ മാസ്ക് ഇല്ലാതെ വരുന്ന കാര്യം അവിടുത്തെ ശാസ്ത്രജ്ഞന് കൗതുകമായി തോന്നുന്നു. അപ്പോഴേക്കും ജനറൽ അവിടേക്ക് വന്ന് ഇറങ്ങുകയും അവരെ കണ്ട് അവളെയും വിളിച്ച് കേണൽ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ഞങ്ങൾ പോയ മിഷൻ കംപ്ലീറ്റ് ആക്കി, ജയ്ക്കിനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുകയും എന്നാൽ അവർ അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ മറ്റവരുടെ അടുത്തേക്ക് ചെന്ന് നോക്കിയ ശേഷം ഇവറ്റകളെയൊക്കെ അതിർത്തിക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ നിന്നോട് ആരാണ് പറഞ്ഞത്? പോരാത്തതിന് അവർക്ക് തോക്കും കൊടുത്തേക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ ശത്രുക്കളല്ല, നമ്മളോടൊപ്പം ടീമിൽ ചേർന്നതാണ്, ഇത് വരാങ്ങാണ്, കാട്ടിലെ വലിയ ഒരു പോരാളിയാണെന്നൊക്കെ പറയുമ്പോൾ മര്യാദയ്ക്ക് ഇവരെയൊക്കെ ഉടനെ തന്നെ ഈ ബേസിൽ നിന്ന് പറഞ്ഞു വിട്ടോണമെന്ന് അവർ പറയുകയും നിങ്ങൾ ചുമ്മാ വിവരക്കേടൊന്നും പറയാതെ അവരുടെ സഹായം കൊണ്ടാണ് ജയ്ക്കിനെ പിടിക്കാൻ പറ്റിയത്, അവർ നമ്മുടെ കൂടെ വേണമെന്ന് പറഞ്ഞ് അവൻ ജയ്ക്കിനെ പിടിച്ചതിന്റെ വിജയം ആഘോഷിക്കുകയും എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നു. ഇത് കണ്ട് ജനറലിനും സന്തോഷമായിരിക്കുകയാണ്. ജയ്ക്കിനെ പിടിച്ചതോടെ അവിടെ എല്ലാവരും സന്തോഷിക്കുന്നു. കേണലാണെങ്കിൽ സന്തോഷത്തോടെ അവളെയും വിളിച്ച് എല്ലാവരുടെയും മുന്നിലൂടെ ജയ്ക്കിനെ പിടികൂടി നടത്തിക്കൊണ്ട് പോവുകയാണ്. അവരെല്ലാവരും ആ വിജയം ആഘോഷിക്കുന്നു. അതോടൊപ്പം അവർ സ്പൈഡറിനെ പിടികൂടുകയും അവന് പല വിധത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുകയും എങ്ങനെയാണ് അവന് ഈ കഴിവ് കിട്ടിയിരിക്കുന്നതെന്ന് അറിയാനായി മാക്സിമം അവനെ ഉപദ്രവിച്ച് ഓരോ ടെസ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം ഭയക്കാൻ ഉള്ള സ്ഥലം ഏകദേശമൊക്കെ മനസ്സിലാക്കി ലോഹാക്ക് അവിടെ എത്തി അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സിറയെയും ടീമും അവനെ തേടി ഏകദേശം അവിടെ എത്തിയിരിക്കുകയും ദൂരെ അവൻ നിൽക്കുന്നതായി അവർ കാണുകയും ചെയ്യുന്നു. അവരെ കണ്ട് അവന് സന്തോഷമാവുമെങ്കിലും പെട്ടെന്ന് അവന്റെ ജീവി എടഞ്ഞ് വെള്ളത്തിനടിയിലേക്ക് കയറുകയും നോക്കുമ്പോൾ കടലിലെ കുറെ ജീവികൾ ആക്രമിക്കാൻ അടുത്തേക്ക് വരുന്നതായി കാണുകയും അപ്പോൾ തന്നെ അവൻ ആയുധവും എടുത്ത് പാഞ്ഞ് അവിടെ നിന്ന് വിടുകയും ചെയ്യുന്നു. അവറ്റകളാണെങ്കിൽ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് അവൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് മറ്റവരും കാണുകയും അവനെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞ് അവർ പാഞ്ഞ് കൂടെ ചെല്ലുകയും ചെയ്യുന്നു. ലോഹാക്കിന്റെ പിന്നാലെ മറ്റേ ജീവികൾ പാഞ്ഞു വരികയും എങ്ങനെയെങ്കിലും ഒരുവിധം പലതിന്റെയും ഇടയിലൂടെ അവൻ പാഞ്ഞു ചെല്ലുന്നതിനിടെ അവറ്റകൾ വന്ന് അവനെ പിടികൂടാൻ തുടങ്ങുകയും എന്നാൽ എല്ലാത്തിനെയും അവൻ ആയുധം വെച്ച് അടിക്കാൻ ശ്രമിക്കുമെങ്കിലും പൂർണ്ണമായി പിടികൂടുന്നതോടെ അവൻ ജീവിയെ ഉപേക്ഷിച്ച് ഒരിടത്ത് കയറി ഒളിച്ചു നിൽക്കുകയാണ്. അത് വീണ്ടും വരുന്നത് കണ്ട് അവൻ കുത്താൻ ശ്രമിക്കുമെങ്കിലും വടിയൊക്കെ അത് ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും പിന്നിൽ നിന്ന് അടുത്തത് വന്ന് അവനെ പിടിച്ച് കടിക്കാൻ ശ്രമിക്കുകയും അവൻ അതിന്റെ കൈയൊക്കെ മുറിച്ച് ഇറങ്ങാൻ ശ്രമിക്കുമെങ്കിലും അടുത്തത് വന്ന് അവനെ കടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നതിനിടെ മറ്റേ തുൾക്കൂണുകൾ വന്ന് അതിനെയൊക്കെ കടിച്ച് ആക്രമിച്ച് അവനെ രക്ഷപ്പെടുത്തുകയും ഒരുവിധം രക്ഷപ്പെടുമെങ്കിലും അവന് നല്ല രീതിയിൽ ശ്വാസം മുട്ടാൻ തുടങ്ങുകയും ഇതോടെ അവൻ മയങ്ങി വീഴാൻ പോകുമ്പോഴേക്കും മറ്റവർ വന്ന് അവനെ സഹായിക്കുന്നു. പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോൾ സിറയെയും ടീമും അവനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. അവന് ഒരു കുഴപ്പവുമില്ലെന്ന് കണ്ട് അവർക്ക് വളരെയേറെ സന്തോഷമാവുന്നു. നിങ്ങൾ എന്റെ പിന്നാലെ വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ലെന്ന് അവൻ പറയുമ്പോൾ ഞങ്ങളെ സുഹൃത്തിനെ തേടി ഞങ്ങൾക്ക് വന്നല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവർ ഇരിക്കുകയും ഈ സമയം അവിടെ പൂട്ടിയിട്ടിരിക്കുന്ന സ്പൈഡർ ആണെങ്കിൽ വാതിലൊക്കെ വലിച്ചു പൊളിക്കാൻ നോക്കുകയും എല്ലാം തകർക്കാൻ നോക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും കേണൽ അവനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കയറി ചെല്ലുകയും നീ വല്ലതും കഴിക്കാൻ പറയുമ്പോൾ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവനതൊക്കെ തട്ടിക്കളയുന്നു. ഞാൻ പറയുന്നതനുസരിച്ച് ഞാൻ നിന്റെ അച്ഛനാണെന്നൊക്കെ പറയുമ്പോൾ എന്റെ അച്ഛൻ മരിച്ചുപോയെന്ന് അവൻ പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കുകയാണ്. എന്ത് പറഞ്ഞാലും ഞാനിപ്പോഴും നിന്റെ അച്ഛൻ തന്നെയാണ് മോനെ. ദേ ഇത് കണ്ടോ, എന്റെ കയ്യിലുണ്ടായിരുന്ന ലോക്കറ്റാണ്. എന്തൊക്കെ പറഞ്ഞാലും മുമ്പ് മരിക്കാൻ പോയ എന്നെ നീയാണ് രക്ഷിച്ചത്. അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒരുപാട് കടപ്പാടുണ്ട്. നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ടടാ. നീ ശരിക്കും ഒരു മിടുക്കനാണ്. നല്ല ധൈര്യവും ബുദ്ധിയും ഒക്കെ ഉണ്ട്. എന്നെ പോലെ തന്നെ ഒരു സിംഹത്തിന്റെ കരുത്തുമുണ്ട്. നീ ശരിക്കും എന്നെ പോലെ തന്നെയാണ്. ഞാൻ യഥാർത്ഥത്തിൽ നിന്നിൽ നിന്റെ അമ്മയെയാണ് കാണുന്നത്. നിനക്ക് നിന്റെ അമ്മയെ പറ്റി അറിയില്ലല്ലോ. നിന്റെ അമ്മ എന്റെ ജീവനായിരുന്നു. അവൾക്കും അതുപോലെ തന്നെയായിരുന്നു. അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. നിന്നെ ഒത്തിരി ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്. അന്ന് ഇവിടെ നിന്ന് പോകേണ്ടി വന്നപ്പോൾ നിന്നെ പിരിഞ്ഞ് നിന്റെ അമ്മയ്ക്ക് പോവേണ്ടി വന്നു. അവൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ത്യാഗമായിരുന്നു അത്. ഒടുവിൽ ഒരു ധീരയായിട്ട് തന്നെയാണ് നിന്റെ അമ്മ മരിച്ചത്. അവളുടെ വീര്യം നിന്റെ ഉള്ളിലുണ്ട്. നിന്റെ അച്ഛനെന്ന നിലയ്ക്ക് ഏത് സമയത്തും ഏത് ആവശ്യത്തിനും നിന്നോടൊപ്പം ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ആ ലോക്കറ്റ്
കൈമരുഞ്ഞ് തരാമോ എന്ന് അവൻ ചോദിക്കുകയും അയാൾ അത് അവന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവിടുന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അതും നോക്കി നിൽക്കുകയാണ്. അന്ന് രാത്രി ആവുമ്പോഴേക്കും ലോഹാക്കൻ ടീമും പയക്കാനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അങ്ങനെ അവൻ ചെന്ന് അതിനെ കെട്ടിപ്പിടിക്കുകയും സ്നേഹം പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നു. നീ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുമ്പോൾ എന്റെ കൂട്ടത്തിലുള്ള ആളുകളെ കണ്ടെത്താനാണ് പോയത്, പക്ഷേ അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, എന്റെ സഹോദരൻ എന്ന് അവൻ പറയുകയും ഉടൻ അവന്റെ സഹോദരൻ അവിടേക്ക് പൊങ്ങി വരികയും ചെയ്യുന്നു. മനുഷ്യർ ആക്രമിച്ച് കണ്ണു കാണാൻ കഴിയാത്ത തരത്തിൽ അന്ധനായ രീതിയിലാണ് പയക്കാന്റെ സഹോദരനുള്ളത്. ഒരുപാട് ക്രൂരത അതിനോട് കാണിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അന്ന് RDA കമ്പനിയിലാണെങ്കിൽ ജെയ്ക്കിനെ അവർ പരസ്യമായിട്ട് ഒരു കൂട്ടിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാവരും അത് ആഘോഷിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടെ കേണൽ അവിടേക്ക് കയറി ചെല്ലുകയും അവനോട് സംസാരിക്കാനായി ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. ജെയ്ക്ക് ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരിക്കുകയാണ്. നിന്റെ കളി കഴിഞ്ഞു, നിന്റെ ഹൃദയം തുറന്നെടുക്കണമെന്നാണ് വരാങ് പറഞ്ഞത്. പക്ഷേ ഞാനത് മാറ്റി പരസ്യമായി വെടിവെച്ച് കൊല്ലാമെന്ന് തീരുമാനിച്ചു. ആളുകളെ കാണിക്കാൻ അതാണ് നല്ലതെന്ന് പറയുമ്പോൾ നീ ഇവിടെയുള്ള മുതലാളിമാരുടെ അനുസരണയുള്ള നായയാണല്ലേ എന്ന് അവൻ ചോദിക്കുകയും അവർക്ക് ഇതിലൊന്നും ഒരു റോളുമില്ല, ഇത് നീയും ഞാനും തമ്മിലുള്ള പ്രശ്നമാണ്, എന്റെ വിശ്വാസം തകർത്തവനാണ് നീ, അതുമൂലം എനിക്ക് ഒരുപാട് ആളുകളെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നീ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക, നീ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു, ആ ഓർമ്മകൾ മാത്രമുള്ള ഒരു ശരീരമാണ് നീ, ചത്തുപോയ ഏതോ ഒരുത്തന്റെ ഓർമ്മകൾ. നിനക്കിപ്പോ നല്ലൊരു ശരീരമുണ്ട്, സ്വതന്ത്രനായിട്ട് ജീവിക്കാൻ പറ്റും, ഈ മുതലാളിമാര് പറയുന്നതും കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, ഈ കാട്ടിൽ ഒരുപാട് അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് ഈ ലോകത്തെ അറിയേ, അതിനെ മനസ്സിലാക്കി ആ ലോകത്തേക്ക് ഇറങ്ങി ജീവിക്കുക, അല്ലാതെ ചത്തുപോയ ഒരുത്തന്റെ ഓർമ്മയുമായിട്ട് നടക്കാതിരിക്കുന്നു അവൻ പറയുമ്പോൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, നാളെ 6 മണിക്ക് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് കേണൽ ഒന്നും കേൾക്കാതെ അവിടുന്ന് ഇറങ്ങിപ്പോകും. ഇതോടെ മരണവും കാത്തിരിക്കുകയാണ് ജി. ഈ സമയം അവിടെയുള്ള തുൾക്കൂൺ വേട്ടയാടുന്നവർ ഒരു പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്ലാൻ വ്യക്തമാണ്, മറ്റന്നാള് ഈ തുൾക്കൂണുകളെല്ലാം കൂടി ഒരു പ്രത്യേക യോഗത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് കൂടുന്നുണ്ട്, നമ്മൾ അവിടെ ചെന്നിട്ടാണ് അവറ്റകളെല്ലാം ആക്രമിക്കുന്നതെന്ന് പറയുമ്പോൾ കൂട്ടത്തിലുള്ളവൻ വന്നിട്ട് നീ കൂട്ടക്കുരുതിയെ പറ്റിയാണോ പറയുന്നത്? ആ സമയത്ത് നമ്മൾ ആക്രമിച്ചു കഴിഞ്ഞാൽ തുൾക്കൂണുകൾ പൂർണ്ണമായി ഇല്ലാതെയാവും. ഈ ജീവികൾക്ക് അവരുടെ സംസ്കാരവും രീതിയും മനുഷ്യനെ പോലെ തന്നെയുള്ള വിവേകവുമുള്ള ജീവികളാണ്. അവരുടെ ഒരു ആത്മീയ സംഗമമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതിലേക്ക് ചെന്ന് വേട്ടയാടുന്നതിന് ഞാൻ അനുവദിക്കില്ല. അങ്ങനെ ചെയ്താൽ ഈ തുൾക്കൂണുകളുടെ വംശം തന്നെ ഇല്ലാതായി പോകുമെന്ന് അവൻ പറയുമ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. 1 വർഷം കൊണ്ട് ഓരോന്നിനെ കൊന്നു നേടേണ്ടതിന് പകരം എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് കൊന്ന് ഉള്ളതെല്ലാം നേടുമെന്ന് പറയുമ്പോൾ 1-2 എണ്ണത്തിന് പിടിക്കുക, അവരുടെ വർഗം തന്നെ ഇല്ലാതാക്കാൻ നോക്കല്ലേ എന്നൊക്കെ അയാൾ പറയുമെങ്കിലും നിങ്ങളിപ്പോ തൽക്കാലം ഇതൊന്നും സംസാരിക്കണ്ട, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അയാളെ അവർ മാറ്റി നിർത്തുന്നു. അന്ന് നദേരി ആണെങ്കിൽ ജെയ്ക്കിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു യുദ്ധത്തിന് തയ്യാറാവണമെന്ന് കരുതി അവളുടെ വില്ലെടുക്കുകയും അതോടൊപ്പം അന്ന് ജെയ്ക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന മിസൈൽ ഉപയോഗിച്ചുള്ള ആയുധങ്ങളെല്ലാം എടുത്ത് അവനെ രക്ഷിക്കാൻ പോകാനായി തയ്യാറാവുന്നു. അതുപോലെ തന്നെ RDA കമ്പനിയിൽ കേണല് കൊടുത്ത മറ്റേ സാധനം ഉപയോഗിച്ച് സ്പൈഡർ ആണെങ്കിൽ അവിടുത്തെ വെന്റൊക്കെ തുറക്കുകയും അതിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അതിനുവേണ്ടിയാണ് അവൻ കേണലിന്റെ ലോക്കറ്റ് വാങ്ങിയിരുന്നത്. അതേസമയം തന്നെ RDA കമ്പനിയുടെ പുറത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വരാങ്ങിന്റെ ആളുകളുടെ അടുത്തേക്ക് നദേരി ചെല്ലുകയും അവന്മാരെയൊക്കെ വളരെ വേഗത്തിൽ ആക്രമിച്ച് കൊന്ന ശേഷം RDA കമ്പനിയുടെ ഉള്ളിലേക്ക് കയറാനുള്ള കീ കാർഡ് എടുക്കുകയും ശേഷം അതും കൊണ്ട് അവൾ നേരെ ആ കമ്പനിയുടെ അകത്തേക്ക് ചെല്ലുന്നു. അവരുടെ രൂപം വെച്ച് കീ കാർഡും കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരോ വരുന്നുണ്ടെന്ന് കാണുമെങ്കിലും അത് നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് അവർ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അവൾ RDA കമ്പനിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ശേഷം ആരും അറിയാതെ ജെയ്ക്കിനെ തേടി മുന്നോട്ട് പോയിരിക്കുന്നു. അപ്പോഴേക്കും ജെയ്ക്കിനെ അവിടെ ഇട്ട് പൂർണ്ണമായും പൂട്ടിയിരിക്കുകയാണ്. അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് മറ്റേ ആളിന് തോന്നുന്നുണ്ട്. ഇതേസമയം തന്നെ അവിടെയുള്ള ആളുകളുടെ വേഷമിട്ട് ജെയ്ക്കിനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി സ്പൈഡറും അവിടെ എത്തി നിൽക്കുന്നു. അപ്പോഴേക്കും നദേരി ആണെങ്കിൽ ഒളിച്ചൊളിച്ച് അവിടെയുള്ളവരുടെയൊക്കെ ഇടയിലൂടെ കേണലിന്റെ ആളാണെന്നുള്ള തരത്തിൽ കൂളായി നടന്നു പോവുകയും ഒരുവിധം വരാങ് ഉറങ്ങിക്കിടന്ന റൂമിനുള്ളിലേക്ക് അവൾ എത്തുകയും ചെയ്യുന്നു. കേണലാണെങ്കിൽ പുറത്ത് മറ്റുള്ളവന്മാരോടൊപ്പം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നദേരി അവളെ പിടികൂടുകയും ശബ്ദമുണ്ടാക്കി പോരുത്, ജെയ്ക്ക് എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ചാടി എഴുന്നേക്കാൻ ശ്രമിക്കുമെങ്കിലും അവൾ മുടിയിൽ പിടികൂടുകയും ഇനി ഞാൻ ചോദിക്കാൻ നിൽക്കത്തില്ല, പറയുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ ക്യാമ്പിനപ്പുറത്തുള്ള കൂട്ടിൽ കിടക്കുകയാണെന്ന് പറയുകയും എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ് നിൽക്കുന്നതിനിടെ കേണൽ അവിടേക്ക് കയറി വന്ന് ഇത് കാണുകയും അവനെ കണ്ട ഉടൻ നദേരി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും അവർ അലർട്ടാവുകയും അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ഇതോടെ എല്ലാവരും അവളെ പിടിക്കാനായി ഇറങ്ങുകയും ചെയ്യുന്നു. അവൾ എല്ലാത്തിന്റെ ഇടയിലൂടെ ഓടിച്ചെന്ന് നേരെ തന്റെ പക്ഷിയിൽ ചാടി പറന്ന് പോയിരിക്കുകയാണ്. അങ്ങനെ നേരെ ചെന്ന് അവിടെയുള്ള ടാങ്കുകളുടെയൊക്കെ നേർക്ക് അവൾ ഒരു മിസൈല് അടിച്ചങ്ങ് വിടുകയും വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നതോടെ എല്ലാവരും ആകെ അലർട്ടാവുകയും മൊത്തത്തിൽ ശ്രദ്ധ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് എങ്ങനെയെങ്കിലും അവൻ ജെയ്ക്കിനെ രക്ഷിക്കാമെന്ന് കരുതുകയും അപ്പോഴേക്കും നദേരി വീണ്ടും സാധനങ്ങൾ അടിച്ചു പൊട്ടിച്ച് പറന്നു വരികയും നദേരി അവിടെ എത്തിയിട്ടുണ്ടെന്ന് ജെയ്ക്കിന് മനസ്സിലാവുകയും ചെയ്യുന്നു. ഇതോടെ ഹെലികോപ്റ്ററുകളും മറ്റുള്ള ആളുകളും എല്ലാം അലർട്ടാവുകയും എല്ലാവരും നദേരിയുടെ നേർക്ക് തിരിഞ്ഞ് അവളെ വെടിവെച്ചിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ടീമുകളും ആയുധങ്ങളുമായി വന്ന് നദേരിയെ അടിച്ചിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമെങ്കിലും അവൾ അതിന്റെ എല്ലാം ഇടയിലൂടെ പാഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനിടെ വരാങ് അവളുടെ പിറകെ കൂടുകയും അവളെ എങ്ങനെയെങ്കിലും വെടിവെച്ച് വീഴ്ത്താൻ നോക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന്റെയൊക്കെ ഇടയിലൂടെ പാഞ്ഞു ചെന്ന് ഒരു ഇടിഞ്ഞ
ഇടുങ്ങിയ വഴിയിലൂടെ നദേരി കയറി പോവുകയും മറ്റവൾക്ക് അവിടം പാസ് ചെയ്യാൻ കഴിയാതെ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും പരീക്ഷണം നടത്തുന്നവൻ അവിടേക്ക് വന്ന് ആ പയ്യൻ രക്ഷപ്പെട്ടു എന്നും എനിക്ക് എങ്ങനെയെങ്കിലും അവനെ ജീവനോടെ കിട്ടിയേ പറ്റുള്ളൂ എന്നും ജനറലിനോട് പറഞ്ഞിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് മറ്റേ ആൾ അവിടെയുള്ള വലിയ ഒരു JCBയുടെ ഉള്ളിലേക്ക് കയറുകയും അയാളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ആ ജെയ്ക്കിനെ രക്ഷിക്കാൻ പോവാണ്, യവന്മാരി കാണിക്കുന്നതൊന്നും ശരിയാവുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നേരെ ആ ബുൾഡോസർ എല്ലാം തകർത്തുകൊണ്ട് മുന്നിലേക്ക് എടുക്കുകയും ഇത് കണ്ട് ആരാണ് എന്താണ് സംഭവിക്കുന്നതെന്നും അറിയാതെ അവർ തടഞ്ഞു നിർത്താനൊക്കെ നോക്കുമ്പോൾ അത് ഉപയോഗിച്ച് അവൻ ജെയ്ക്കിന്റെ കൂട് പൊളിക്കാൻ നോക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ജെയ്ക്കിനും മനസ്സിലാവുന്നില്ല. എല്ലാവരും ചറപറെ വെടിവെപ്പ് തുടങ്ങിയിരിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും JCB ഉപയോഗിച്ച് ആ കൂട് തകർത്ത് പൊളിക്കുകയും ശേഷം ബക്കറ്റ് പൊക്കുന്നത് കണ്ട് ജെയ്ക്ക് ഓടി അതിന്റെ പിന്നിലേക്ക് കയറുമ്പോഴേക്കും വെടി കൊള്ളാതെ അവനെ അയാൾ സേഫ് ആക്കുകയും പിന്നിലേക്ക് എടുക്കുകയും ചെയ്യുന്നു. അതിനൊത്ത് ജെയ്ക്കും അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആ ബുൾഡോസറിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെയൊക്കെ ഇടയിലൂടെ സ്പൈഡറും ഓടി ജെയ്ക്കിന്റെ കൂടെ പോവുകയാണ്. അങ്ങനെ പോയി അവർക്ക് കയറാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് ആ ബുൾഡോസർ ലോക്ക് ആക്കുകയും എല്ലാം തകർന്നു വീഴുന്നതോടെ അതിനപ്പുറത്തേക്ക് ആർക്കും പോകാൻ പറ്റാത്ത കണ്ടീഷൻ വരികയും ചെയ്യുന്നു. ശേഷം അയാൾ നേരെ അതിൽ നിന്ന് ചാടി താഴേക്ക് ഇറങ്ങിയ ശേഷം ഇതുവഴി രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞ് അവനെ വഴി കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ പോയി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുകയും ഇത്ര പ്ലാനേ ഉള്ളൂ, ഇനി നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പൊക്കോളാൻ പറയുകയും അത് ശരി എങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. അങ്ങനെ പോയി എല്ലാവരുടെയും ഇടയിൽ നിന്നൊക്കെ അവർ ഒളിച്ചു നിൽക്കുകയും നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മറ്റന്നാള് വലിയൊരു തുൾക്കൂൺ വേട്ട നടക്കാൻ പോവുകയാണ്, തുൾക്കൂണുകളുടെ വംശം തന്നെ ഇല്ലാതാവുന്ന തരത്തിലുള്ള ഒരെണ്ണമായിരിക്കും, നിനക്ക് മാത്രമേ അത് തടയാൻ പറ്റുള്ളൂ, എങ്ങനെയെങ്കിലും അത് തടയണമെന്ന് അയാൾ പറയുകയും അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവിടെ നദേരി ആണെങ്കിൽ ഹെലികോപ്റ്ററുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വളരെ വേഗത്തിൽ പാഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവർ അവളുടെ പിറകെ തന്നെയുണ്ട്. അപ്പോഴേക്കും ജെയ്ക്കും മറ്റവനും കൂടി അവിടെ നിന്ന് ഒരുപാട് ദൂരം ഓടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു ഹെലികോപ്റ്റർ വരികയും അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ നോക്കുമ്പോൾ അവർ വെടിവെക്കുന്നത് കൊണ്ട് മറ്റേയാൾ വഴിതിരിഞ്ഞു പോവുകയും ജെയ്ക്ക് ഒറ്റയ്ക്ക് ഒരു വണ്ടിയുടെ പിന്നിൽ നിൽക്കുകയും ചെയ്യും. നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളാൻ പറയുന്നത് കേട്ട് അയാൾ അവിടെ നിന്ന് മറ്റൊരു വഴിയിലേക്ക് ഓടിയിരിക്കുകയാണ്. ജെയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പെട്ടുപോയിരിക്കും. അപ്പോൾ തന്നെ ആ പൈലറ്റ് ജെയ്ക്ക് ഇവിടെ ഒരു വണ്ടിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എങ്കിൽ മിസൈൽ വിട്ടോ ഇപ്പൊ തന്നെ അവനെ തീർത്തേക്കാൻ പറയുകയും അങ്ങനെ അവർ മിസൈൽ വിടാൻ നോക്കുമ്പോൾ സ്പൈഡർ മുന്നിലേക്ക് കയറി നിന്ന് മിസൈൽ വിട്ടാ ഞാനും മരിക്കും, നിനക്കൊക്കെ പറ്റുമെങ്കിൽ എന്നെ കൂടി കൊല്ലാൻ പറയുകയും അവൻ അവിടെ ഉണ്ടെന്ന് കണ്ട് ഒരു കാരണവശാലും വെടിവെക്കരുത്, അവനെ ജീവനോടെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുകയും അവനെ വെടിവെക്കരുതെന്ന് കേണൽ ഉൾപ്പെടെ പറയുന്നതോടെ അവർ തൽക്കാലത്തേക്ക് വെടിവെക്കാതെ സേഫായി നിൽക്കുകയും ഈ സമയം കൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി മാറുകയും അങ്ങനെ ഓടി അതിന്റെയൊക്കെ ഇടയിലൂടെ രക്ഷപ്പെട്ടു പോകുന്നതോടെ ഇക്കണങ്ങിനാണെങ്കിൽ അവൻ ഇവിടെ നിന്ന് പോകും, ഇനി ഒന്നും നോക്കണ്ട, മിസൈലിട്ട് രണ്ടിനെയും തീർത്തോളാൻ പറയുകയും ഇത് കേട്ട് ആ പയ്യനെ വെടിവെക്കരുതെന്ന് കേണലും അതുപോലെ മറ്റേ സയന്റിസ്റ്റും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അയാളെയൊക്കെ പിടിച്ചവിടുന്ന് തള്ളി മാറ്റിയിട്ട് അവർ വെടിവെക്കാൻ ഉത്തരവിടുകയും ഇതോടെ അയാൾ മിസൈൽ ഇടാൻ തയ്യാറാവുമ്പോഴേക്കും നദേരി അവിടേക്ക് പാഞ്ഞു വന്ന് മിസൈലുള്ള അമ്പ് അടിച്ചു വിട്ട് ആ ഹെലികോപ്റ്റർ അങ്ങ് തകർത്ത് കളയുകയും ശേഷം നേരെ പറന്നു വന്ന് അവരുടെ അടുത്തേക്ക് ഇറങ്ങുകയും പെട്ടെന്ന് വരാൻ പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും വിളിച്ച് നേരെ ആ പക്ഷിയിലേക്ക് കയറ്റുകയും അപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അവർ മൂന്നുപേരും കൂടി പറന്നങ്ങ് പോയി ആ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നേരം വെളുക്കുന്നത് വരെയും അവർ പോയിക്കൊണ്ടിരിക്കുകയും എല്ലാത്തിൽ നിന്നും സേഫായി വളരെ ദൂരം എത്തുകയും ചെയ്യുന്നു. അങ്ങനെ നേരെ അവരുടെ കാട്ടിൽ ഒരു നദിക്കരയിലേക്ക് ചെന്ന് ഇറങ്ങുകയും ഞാനൊന്ന് മുഖമൊക്കെ കഴുകട്ടെ എന്ന് പറഞ്ഞ് സ്പൈഡർ അങ്ങോട്ട് മാറി വെള്ളത്തിന്റെ കരയിലേക്ക് ഇരിക്കുമ്പോൾ ജെയ്ക്ക് നദേരിയെ അപ്പുറത്തേക്ക് വിളിച്ച് മാറ്റി നിർത്തുകയും നമ്മൾ വിചാരിച്ചതിനേക്കാളും പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റേ പെണ്ണ് ഇപ്പോൾ കേണലിന്റെ കൂടെയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എങ്ങോട്ട് പോയാലും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അവർ ഉറപ്പായിട്ടും ഇവനെ പിടികൂടുകയും ഇവനെ പറ്റി പഠിക്കുകയും ചെയ്യും. അവന് എങ്ങനെയാണ് മാസ്ക് ഇല്ലാതെ നിൽക്കാൻ പറ്റുന്നതെന്ന് പഠിച്ചിട്ട് ഉറപ്പായിട്ടും അവരും അതുപോലെ തന്നെ ടെക്നോളജി വികസിപ്പിച്ചെടുക്കും. അതോടെ അവർ ഭൂമിയിലെ പോലെ തന്നെ ഈ ലോകത്തേക്ക് വന്ന് താമസം തുടങ്ങും. ഇവിടെ മുഴുവൻ വ്യാപിക്കും, കാടുകളും കടലും എല്ലാം നശിപ്പിക്കും, നമ്മുടെ ആളുകളെ എല്ലാം കൊന്നൊടുക്കും, നമ്മളുമായി വലിയ വലിയ യുദ്ധങ്ങൾ നടത്തും, നമുക്ക് അവരോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഒരുപാട് തുൾക്കൂണുകളെ അവർ കൊന്നൊടുക്കും. ഇവൻ ഉള്ളത് നമുക്ക് വലിയ അപകടം തന്നെയാണ്, നീ അന്ന് പറഞ്ഞതാണ് ശരി, അവനെ കൊന്നേ പറ്റുള്ളൂ, അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അപകടമാണ്, ഒരിക്കലും സന്തോഷത്തോടെ ഒരു ജീവിതം കിട്ടില്ലെന്നൊക്കെ അവളോട് പറയുകയും അവർ സംസാരിക്കുന്നതൊക്കെ കേട്ട് എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന് സ്പൈഡറിന് തോന്നുമെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവൻ നിൽക്കുമ്പോൾ ജെയ്ക്ക് അവരുടെ കത്തി കയ്യിലേക്ക് എടുക്കുകയും ശേഷം സ്പൈഡറിനോട് ഇങ്ങോട്ട് വന്നേ മോനെന്ന് പറഞ്ഞ് വിളിക്കുകയും ചെയ്യുന്നു. അവനെ കൊല്ലാനാണ് ഇപ്പോൾ ജെയ്ക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താ കാര്യമെന്ന് പറഞ്ഞ് അവൻ വരുമ്പോൾ ചെറിയൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് ജെയ്ക്ക് അവനെയും വിളിച്ച് അവിടെ നിന്ന് കാട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നദേരിക്ക് എന്ത് പറയണമെന്ന് എന്ത് ചെയ്യണമെന്നും അറിയാൻ കഴിയുന്നില്ല. എന്തോ പന്തികേടുണ്ടെന്ന് സ്പൈഡറിന് മനസ്സിലാവുന്നുണ്ടെങ്കിലും ജെയ്ക്കിന്റെ കൂടെയാണ് പോകുന്നതെന്നുള്ളത് കൊണ്ട് അവനത് കാര്യമാക്കുന്നില്ല. അങ്ങനെ നടന്ന് കുറെ ദൂരം ചെല്ലുമ്പോൾ എന്തെങ്കിലും സംസാരിക്കാനാണോ അച്ഛാന്നൊക്കെ അവൻ ചോദിക്കുമെങ്കിലും ജെയ്ക്ക് ഒന്നും മിണ്ടാതെ വളരെ വിഷമത്തോടെ നടന്ന് പറ്റിയ ഒരു സ്ഥലത്ത് ചെന്ന ശേഷം ഈ കല്ലിലേക്ക് കയറി മുട്ടുകുത്തി നിൽക്കാൻ പറയുകയും അവൻ മടിച്ചു നിൽക്കുന്നത് കണ്ട് അവനെ പിടിച്ചു വെച്ച ശേഷം ലോകമാതാവേ, എന്റെയും നാവി സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ ഈ പയ്യനെ ബലി കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ്
കത്തി എടുക്കുമ്പോൾ അയ്യോ അച്ഛാ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, ഇതൊന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാമെന്നൊക്കെ അവൻ പറയുമെങ്കിലും എന്നെ നോക്കാതെ ഫ്രണ്ടിലോട്ട് നോക്കിയിരിക്കടാ, എനിക്ക് നിന്റെ മുഖം കാണാൻ വയ്യെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടവും വിഷമവും സഹിക്കാനാവാതെ ജെയ്ക്ക് അവനെ കൊല്ലാനായി കത്തി വെച്ചിരിക്കുകയാണ്. നദേരിയാണെങ്കിൽ ആകെ വിഷമത്തോടെ മുഖമൊക്കെ കഴുകി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ മറ്റൊരു ലോകത്ത് സുഖമായി ജീവിക്കും മോനെ, നമ്മുടെ പൂർവികർ നിന്നെ ചേർത്ത് പിടിക്കും, നീ എയ്വയോടൊപ്പം ചേരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജെയ്ക്ക് നിൽക്കുമ്പോൾ അപ്പോൾ അച്ഛൻ ഇത് തീരുമാനിച്ചു കഴിഞ്ഞല്ലേ, നാവികളുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ അച്ഛൻ എന്നെ കൊന്നോളൂ, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ അവസാനമായി ഞാൻ ഒന്ന് ചോദിക്കുകയാണ്, അച്ഛൻ എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. ഇത് കേട്ട് ജെയ്ക്കിന് സങ്കടവും വിഷമവും സഹിക്കാൻ കഴിയാതെ നിൽക്കുകയും ആകെപ്പാടെ പതറി വെപ്രാളത്തിൽ നിന്നുകൊണ്ട് ശ്വാസമൊക്കെ അടക്കി പിടിച്ച് രണ്ടും കൽപ്പിച്ച് അവൻ കത്തിവെച്ച് ആഞ്ഞുകുത്തുന്നു. സിനിമയുടെ ദൈർഘ്യം വളരെ കൂടുതലായതിനാൽ 3 പാർട്ടായിട്ട് ഇറക്കേണ്ടി വരും. ആദ്യ 2 പാർട്ടുകൾ ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി 3ാമത്തെ പാർട്ടിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.